ഹായ് ഗായ്സ്, എല്ലാവർക്കും യു ക്യാൻ ഡു ചാനലിൻ്റെ കുക്കിംഗ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓൺ റിക്വസ്റ്റ് വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ ഓണത്തിനും വിഷുവിനൊക്കെ സദ്യ കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ പോകുമ്പോൾ പിന്നെ അവർ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് അമ്മേൻ്റെ ചില കറികൾ മിസ് ചെയ്യുന്നുണ്ടെന്ന്, ചില സ്പെഷ്യൽ മാസ്റ്റർ പീസ് ഡിഷുകൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയലുണ്ട്. അപ്പോൾ നമുക്ക് അമ്മേനോട് ചോദിക്കാം എന്താണ് ആ മാസ്റ്റർ പീസ് ഡിഷ് എന്ന്. ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടു എന്നറിഞ്ഞു. അങ്ങനെ ആവശ്യപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ ഡിഷ് തയ്യാറാക്കുകയാണ്. എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണിത്. ഈ അവിയലിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിക്കാം. ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് കോവയ്ക്ക, പടവലങ്ങ, ഉരുളക്കിഴങ്ങ് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുരിങ്ങക്കായ, പച്ചക്കായ അരിഞ്ഞത്, ചേന, കുമ്പളങ്ങ നമ്മൾ വെള്ളരിക്ക സാധാരണ ചേർക്കാറില്ല, കുമ്പളങ്ങയാണ് ചേർക്കാറ്. പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, പച്ചപ്പയർ, ഇത് ചേമ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ. ഇനി അവിയലിന് അരയ്ക്കാനുള്ള സാധനങ്ങളെന്നോ ഇതിപ്പോൾ കഷ്ണങ്ങളെല്ലാം കൂടി ഏകദേശം ഒരു 1.5 കിലോ വരും. എല്ലാ കഷ്ണങ്ങളും കൂടി ചേരുമ്പോൾ 1.5 കിലോ വരും. അത് കണക്കാക്കി ഞാനിത് ഒരു തേങ്ങ ചിരണ്ടിയത്, പിന്നെ വെളുത്തുള്ളി, ജീരകം, ഇത് വറ്റൽമുളകിൻ്റെ അരിയാണ്, 3 വറ്റൽമുളകിൻ്റെ അരിയാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അവിയലിന് പുളിക്ക് ചേർക്കുന്നത് തൈരാണ്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും. നമുക്കിനി ഇത് ഓരോന്ന് വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ഇടാം. ഞാനിവിടെ ഒരു ഉരുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേവിക്കാൻ വയ്ക്കാം. ഞാൻ കഷ്ണങ്ങൾ ഇടാൻ പോവാണ്. കോവയ്ക്ക എല്ലാം നീളത്തിലല്ലേ, കഷ്ണങ്ങളൊക്കെ നല്ല നീളത്തിലാണ്. അവിയലിന് കഷ്ണങ്ങൾ നീളത്തിലാണ് അരിയുക. പച്ചമുളക് ഒരു 5 പച്ചമുളക് ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, കുമ്പളങ്ങ, ചേന, പച്ചക്കായ, മുരിങ്ങക്ക നമ്മൾ ഇപ്പോഴും ഇടൂല, അത് പിന്നീട് ഇടുള്ളൂ. ഇനി ഇതിപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു 1.5 കിലോ കഷ്ണമുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇത് വേഗം പാകത്തിന് വെള്ളം ഒഴിക്കുകയാണ്. ഒരു 2.5 ഗ്ലാസ് കണക്കാക്കി വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ഇതിൽ പാകത്തിന് ഉപ്പിടുന്നു. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇടുന്നു. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പിടാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇടണം. ഇതിനകത്ത് ഈ വേവുമ്പോൾ ഇപ്പോൾ ഇട്ടാലേ ശരിയാവുള്ളൂ മഞ്ഞൾപ്പൊടി. ഇത് നന്നായി ഇളക്കി എല്ലായിടത്തും ഉപ്പും മഞ്ഞളും എത്താൻ പാകത്തിനാക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി നോക്കട്ടെ. പാകത്തിന് വെള്ളമുണ്ട് വേവാൻ, നമ്മൾ ഒഴിച്ച വെള്ളം വേവാനായിട്ട് ഉണ്ട്. കഷ്ണങ്ങൾ ഏകദേശം പകുതി വേവായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുരിങ്ങക്ക ഇതിനകത്ത് ചേർത്ത് വയ്ക്കാം. ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം. ഇങ്ങനെ തന്നെ ഇട്ടിട്ട് മൂടി വയ്ക്കുന്നു. കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചേന വെന്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ബാക്കി കഷ്ണങ്ങളെല്ലാം വെന്തു എന്നാണ്. ഇതാ നോക്കിക്കേ, കണ്ടില്ലേ, ചേന വെന്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വെള്ളം വറ്റുന്ന നേരം കൊണ്ട് നമുക്ക് അരവ് റെഡിയാക്കാം. അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ ഞാൻ ഇടുകയാണ്. ഒരു തേങ്ങ ചിരവിയതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 3 വലിയ വറ്റൽമുളകിൻ്റെ വിത്താണ്. ആ വിത്ത് അത് ഞാൻ ഇതിനകത്തേക്ക് ഇതിലേക്ക് ഇടുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഇട്ടോളൂ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് അടച്ച് അരവ് ഞാൻ കാണിച്ചു തരാം. ഇത് അരച്ചതിന് ശേഷം ഇതിനകത്തേക്ക് തൈര് ചേർക്കും. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് അരവിൻ്റെ പാകം കേട്ടോ. അധികം അരഞ്ഞു പോകാനും പാടില്ല, എന്നാൽ അരയാതിരിക്കാനും പാടില്ല. ഇനി സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഈ തൈര് ഒഴിക്കലാണ്. നമുക്ക് പുളി വേണമല്ലോ, ചിലർ പുളി പിഴിഞ്ഞുണ്ടാക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ തൈര് ഒഴിക്കുന്നു. ഈ തൈര് ചേർത്ത് ഇനി വീണ്ടും അടിച്ചെടുക്കാൻ പോവാണ്. തൈര് ചേർത്ത് നമ്മൾ അരച്ച് കഴിഞ്ഞു. തൈര് ഇതിനകത്തെല്ലാം മിക്സായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അരവ് കഷ്ണത്തിലേക്ക് ഇടണം.
ഇനി വെന്ത കഷ്ണങ്ങൾ ലേശം ഒന്ന് വകഞ്ഞിങ്ങനെ മാറ്റിയിട്ട് അതിലേക്ക് ഈ അരവിടുക. അപ്പോൾ അരവിടുമ്പോൾ തീ കുറയ്ക്കണം. അതായത് ഒരു കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ പകുതി വേവിലിട്ട് വേവിച്ചാൽ മതി. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വയ്ക്കുക. അരവുള്ളിലാക്കിയിട്ട് ഇങ്ങനെ കൂട്ടി വെക്കണം. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ആ അരവിൽ 2 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് കൊത്തി ഇങ്ങനെ വെക്കുമ്പോൾ അതിനകത്തിരുന്ന് അരവ് വേവും. 2 മിനിറ്റ് മതി. വേണ്ട, അത് കഴിഞ്ഞിട്ടേ മിക്സ് ആക്കാൻ പാടുള്ളൂ. ഇപ്പം ഇങ്ങനെ കൂട്ടി വെക്കുക. ഇങ്ങനെ കൂട്ടി വെച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും മൂടുക. നമ്മൾ അരവിട്ട് വെച്ചിട്ട് 2 മിനിറ്റായി. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് മിക്സ് ചെയ്യാണ് വേണ്ടത്. ആ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഇളക്കി കളഞ്ഞാൽ കഷ്ണം ഉടഞ്ഞു പോയില്ലേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ ചിലർ ചെയ്യുന്ന വെച്ചാൽ പച്ച ഉള്ളി ഇടാറുണ്ട്. അതായത് നമ്മുടെ കൊച്ചുള്ളിയില്ലേ, കൊച്ചുള്ളി നന്നായി ചതച്ചിട്ട് അരവിൻ്റെ ഒപ്പം ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാറുണ്ട്. അതിന് വേറൊരു ടേസ്റ്റാണ്. ഇവിടെ ഞാൻ സാധാരണ ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്യാണ്. വേവിക്കുമ്പോൾ കഷ്ണം വേവാനൊക്കെ നല്ല തീ വേണം. തീ വെന്തൊരു 3/4 ഭാഗം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ച് വേവിക്കാം. കാര്യം എന്താ വെച്ചാൽ ഇതിൽ കഷ്ണങ്ങൾ പലതും പല വേവല്ലേ. ഉരുളക്കിഴങ്ങ് വേഗം വെന്തു പോകും, അതുപോലെ ചേമ്പ് വേഗം വെന്തു പോകും. കുക്കറിൽ ഉണ്ടാക്കാറുണ്ട് ഞാൻ. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിന്ന് വേവിച്ചെടുക്കണം. വേവിക്കണം. എല്ലാ വീഡിയോയിലും മണത്തിനെ പറ്റി പറയാൻ മാത്രമേ. തേങ്ങ എല്ലായിടത്തും പിടിക്കണം. നിങ്ങൾ നോക്കിക്കേ, ഒരു തുള്ളി വെള്ളം അധികം ഇല്ല. അവിയലിന്റെ ശരിക്കുള്ള പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ പച്ച വെളിച്ചെണ്ണയുടെ മണം വരുന്നില്ലേ. പച്ച വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് അവസാനം ഒഴിക്കുന്ന വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. സംഭവം റെഡിയായി. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇന്ദു അമ്മയുടെ സ്പെഷ്യൽ അവിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പൊ ആ സീക്രട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ടേസ്റ്റിലല്ല, വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഗ്യാരണ്ടി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്തതിൻ്റെ റിസൾട്ട്സ് ഞങ്ങൾക്ക് കമൻസ് വഴി അറിയിക്കുക. ഇനി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബേഴ്സിന് പിന്നെയും നന്ദി പറയുന്നുണ്ട്. എല്ലാവരും തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു. താങ്ക് യു.